السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ സമ്പന്നനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൂടുതൽ പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ പകർത്തുവാനും പകർത്തിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ആ നിലക്ക് അർത്ഥവത്തായ ജീവിതം കെട്ടിപ്പടുക്കുവാനും ഈമാൻ കെട്ടി മരിക്കാനും ബർസഖിൽ വിജയിക്കുവാനും പരലോകത്ത് രക്ഷപ്പെടുവാനും ഒക്കെയുള്ള തൗഫീഖ് നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഇന്നൊരു ഒഴിവ് ദിവസമായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള അവന്റെ ദീന് പഠിക്കുവാൻ സമയം കണ്ടെത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന സമയവും സമ്പത്തും ഊർജവും എല്ലാം നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായി റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്പസമയം അല്പം ചില ഗൗരവപ്പെട്ട ചില ചിന്തകൾ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് കിട്ടിയ ഒരു 2 അനുഗ്രഹങ്ങൾ പറയൂ എന്ന് നമ്മളോട് പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾ എണ്ണുക അവന്റെ സുന്ദരമായ ഒരു വീടോ അവന്റെ സഞ്ചരിക്കുന്ന വാഹനമൊക്കെ ആയിരിക്കാം. അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുള്ള ഒരാളുടെ മനസ്സിലേക്ക് ആദ്യം വരിക അതൊക്കെ ആയിരിക്കും. പക്ഷെ എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരേണ്ടത് അതൊന്നുമല്ല. മറിച്ച് അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അള്ളാഹുവിന്റെ ദീന് അതിലൊരിടം അള്ളാഹു എനിക്ക് നൽകി എന്നതായിരിക്കും. കൂട്ടരെ, റഹ്മാനായ റബ്ബ്
ഒരു അടിമക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാണെന്നറിയോ? അത് അള്ളാന്റെ ദീനാണ്. അതാരാ പറഞ്ഞത്? മഹാനായ റബ്ബ്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ 23 വർഷത്തെ ത്യാഗോജ്വലമായ ദീനിന്റെ പൂർത്തീകരണം നടത്തുന്ന ഹജ്ജത്തുൽ വിദാഇലെ ഘനഗംഭീരമായ പ്രസംഗത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് ആയത്ത് അവതരിപ്പിച്ചു. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇതൊരു സുന്ദരമായ വാക്കെന്നറിയും. ഇന്നത്തെ ദിവസം കൂട്ടരെ നിങ്ങൾക്ക് ഞാൻ എന്റെ ദീന് പൂർത്തിയാക്കി തന്നു. പിന്നെ റഹ്മാനായ റബ്ബ് ദീനിനെ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് പിന്നെ ദീനി എന്നല്ല പറയുന്നത്, അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നതാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, തൃപ്തിപ്പെട്ട ഒരു ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് നൽകിയെന്നാണ്. ആ ദീന നമ്മുടെ കൈകളിലുണ്ടോ? നമുക്ക് ബാക്കിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ദുനിയാവിൽ അല്പം പ്രയാസമുണ്ടെങ്കിലും പരലോകത്ത് അതൊന്നും ബാധിക്കില്ല. നമുക്ക് വീടില്ല എന്നതിന്റെ പേരിൽ പരലോകത്ത് കിട്ടേണ്ട ഒരു കാര്യം കിട്ടാതിരിക്കും. നമുക്കൊരു പക്ഷെ വലിയ രോഗം ഉണ്ടായതുകൊണ്ട് പരലോകത്ത് പ്രതികൂലമായി ബാധിക്കൂല, ക്ഷമിച്ചാൽ അനുകൂലമായി കൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ ഏത് ഇല്ലായ്മകളും എല്ലായ്മകളും ക്ഷമിക്കുന്നവർക്ക് നാളെ പരലോകത്ത് അത് നന്മയാക്കി മാറ്റാൻ പറ്റും. അതിന്റെ പേരാണ് ദീൻ എന്ന് പറയുന്നത്. ദീനൊരു അനുഗ്രഹമാണെന്ന് എപ്പോഴും നമുക്ക് തോന്നാൻ അറിയുമോ? പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ അയച്ചു. എൻ്റെ കൂടെ LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു സുഹൃത്തിന്റെ ഫോട്ടോ ആണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ വലിയ പ്രമാണിയാണ് അവൻ. ചെറുപ്പം മുതൽ തന്നെ വലിയ സമ്പത്തിനുള്ളവയാണ് അവൻ. ഇന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളത് ലഹരി കടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരിക്കുകയാണ്. എന്റെ മനസ്സിൽ വന്ന കാര്യം എന്താ? ഞാൻ കണ്ടപ്പോ ഇതൊരു പുതുമയല്ല. കാരണം ദീനിന്റെ ഏഴായിരത്തവരില്ല. നമ്മൾ എന്താ ഇതുവരെ അങ്ങനത്തെ ഒരു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയൊക്കെയോ ദീനിന്റെ ചില അതിർവരമ്പുകൾ കേട്ടു. അൽഹംദുലില്ലാ, ആ ഒരു ചുറ്റുപാട് ജീവിച്ചത് കൊണ്ടാണ് നമ്മൾ പല തെറ്റിലും പോയി പെടാതിരുന്നത്. പല ആളുകളും പോയി പെട്ടു. പിന്നീട് ആലോചിക്കണം എന്ത് ഒരു രക്ഷാമാർഗം. ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചു. എന്റെ അതേ പ്രായം, പക്ഷെ കാഴ്ച നല്ല നിലക്ക് വന്ന് നല്ല പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആകെ ജീവിതം പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ അതെന്താ? അത് അദ്ദേഹത്തിന്റെ ഒരു ചെറുചെറുപ്പുള്ള ഒരു പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ 20-23 വയസ്സുള്ള പ്രായത്തിൽ അതിൽ അഫെയറിൽപ്പെട്ട് അത് പിന്നീട് കേസായി, ജയിലായി, അങ്ങോട്ടായി സമ്പാദ്യം തൊലയലായി, സൽപ്പേര് നശിക്കലായി, ആകെ പ്രയാസത്തിലാണ് ഇപ്പൊ അദ്ദേഹം. അപ്പൊ ഒരു അഫെയർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ദീൻ എന്താ പറയണത്? പറ്റുന്നാണ് പറ്റൂല എന്നാണ്. പറ്റൂല എന്നുള്ളതാണ്. ആ പറ്റൂല എന്ന് പറഞ്ഞത് നിന്നത് കൊണ്ട് അൽഹംദുലില്ലാ അതേ പ്രായത്തിലുള്ള നമ്മള് ഇന്ന് ഇതുവരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരിക്കില്ലാതെ എന്തുകൊണ്ട് ഇവിടെ വന്നു നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദീന് നമുക്ക് നൽകുന്ന ഒരു സുരക്ഷയാണ്. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ് അല്ലേ? അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. സുന്ദരമായ പ്രാർത്ഥന. അല്ലാഹുവേ, എന്റെ കാര്യങ്ങളുടെ പിടുത്തമായ ഊർജാവായ ദീനിനെ എനിക്ക് നീ ശരിയാക്കി തരണേന്നാണ്. ദീനാണ് നമ്മുടെ എല്ലാം. ഒരു തെറ്റിലേക്കും ഒരു പ്രയാസത്തിലേക്കും ഇന്ന് നമ്മൾ അനുഭവിക്കാത്ത എന്തുകൊണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ദീനിന്റെ ഉള്ളിലായിരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തിയിട്ടുണ്ടോ? ഏതൊക്കെയോ ചതിക്കുഴിയിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അഭിമാനത്തെ എന്തോ സമൂഹം മധ്യത്തിൽ പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെന്ന വ്യക്തി നമ്മളെന്നല്ലാതായിരിക്കും. കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ അഡ്രസ് തന്നെ മാറിയിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് ആകാത്തത്? ഇതുവരെ നമുക്കൊരു പരിക്ക് പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കാരണം ഒന്നേ ഉള്ളൂ, അത് അള്ളാഹുവിന്റെ ദീനാണ്. അതാണ് റഹ്മാനായ റബ്ബ് നമുക്ക് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ ദീനാണ്. ആ ദീനെ ലഭിച്ചവരാണ് അൽഹംദുലില്ലാ നമ്മൾ. റഹ്മാനായ റബ്ബ് മരിക്കോളം ആ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഉള്ളിലെ ആദർശം നഷ്ടപ്പെടാതെ, അതിന് പോറൽ പോലും ഏൽക്കാതെ, മലക്കുൽ മൗത്തും സംഘവും വരുന്ന സമയത്തും ആ ഈമാനിന്റെ വാചകങ്ങൾ പ്രഖ്യാപിച്ച്
മരിക്കാൻ നമുക്ക് കഴിയണം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ആ വാക്ക് കേട്ട് മരിക്കാൻ നമുക്ക് കഴിയണം. സമാധാന ചിത്തമായ മനസ്സിന്റെ ഉടമേ, ഇനി നീ കൊണ്ടുപോവാ. നിനക്കിനി പോകാനുള്ളത് അള്ളാന്റെ തൃപ്തിയിലേക്കാണ്, അള്ളാന്റെ പൊരുത്തത്തിലേക്കാണ്. ഇതുവരെയുള്ളൂ നിനക്ക് സങ്കടം, ഇതുവരെയുള്ളൂ നിന്റെ വിഷമം, അല്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹ് പറയാ, മനോഹരമായ സ്വർഗ്ഗം കണ്ട് മരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് അല്ലാഹ് പറയാ, ആരാ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അത് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചു, ദീൻ പ്രഖ്യാപിച്ചു. എന്നിട്ടോ തോന്നിയതുപോലെ ജീവിച്ചു എന്നല്ല, ഗാനേഷുമാരി മാപ്പിളകളായി കൊണ്ട് ജീവിച്ചു എന്നല്ല, മറിച്ച് പിന്നെ ആ ദീനിന്റെ അതിർവരമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ അടിയുറച്ചു നിന്നു. തതനസ്സലു അലൈഹിമുൽ മലായിക, ആ മലക്കുകൾ അവനെ പിടിക്കാൻ വേണ്ടി വരിക. എന്താ പറയുന്നത്? അല്ലാ തഖാഫൂ, ഇനി നിങ്ങൾക്ക് ഭയക്കേണ്ടതില്ല. ഈ മരണത്തിനപ്പുറത്തുള്ള ബർസഖിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ഭയമില്ല. ആ ബർസഖും കഴിഞ്ഞ് നിങ്ങൾ പോയി നിൽക്കേണ്ട മഹ്ശറിനെ കുറിച്ചും നിങ്ങൾ ഭയക്കേണ്ടതില്ല. അവിടുന്ന് അങ്ങോട്ടുള്ള നരകത്തെ കുറിച്ചും ഇനി നിങ്ങൾക്ക് ഭയമില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് ഇനി ഭയക്കേണ്ടതില്ല. വലാ തഹ്സനൂ, നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ബാക്കിയാക്കി പോകുന്ന ഇണയെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. മുലകുടി പ്രായം പോലും മാറാത്ത പിഞ്ചുകുട്ടികളെ നിങ്ങളുടെ മരണാനന്തരം ഒരു പക്ഷം ലോകം അവരെ യതീമെന്ന് വിളിച്ചാലും അവരെ കുറിച്ച് ഇനി നിങ്ങൾക്ക് ദുഃഖമില്ല. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതീ കുൻതും തുഅദൂൻ. നിങ്ങളെ കുറിച്ച് ആലോചിച്ച് പലരും കരയുന്നുണ്ടാവും, പലരും വിഷമിക്കുന്നുണ്ടാവും, പലരുടെയും തീരാത്ത നൊമ്പരമായിരിക്കും. പക്ഷേ നിനക്കിനി സന്തോഷിക്കാനുള്ള വകയാവുള്ളത്, അല്ലേ? നമ്മൾ ആ മരിക്കുന്ന വ്യക്തി അവനങ്ങനെ കടന്ന് സന്തോഷിക്കുന്ന പലസ്തീന്റെ മക്കളെ നമ്മൾ കണ്ടില്ലേ കൂട്ടരെ? കെട്ടിട ചീടുകൾക്കിടയിൽ കടന്ന് ആ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ നാം കാണുന്നവർക്കാണ് ആ പ്രയാസം. വിശ്വാസിയായിക്കൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചതെങ്കിലോ അവൻ കാണുന്ന ലോകം വേറെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇതൊരു ആമുഖം പറഞ്ഞത് എന്തിനാണെന്നറിയോ കൂട്ടരെ? നമ്മളിൽ എത്തി നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നമുക്ക് തോന്നണം. അതിൽ നിന്നും മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു ശുക്രിന്റെ വാക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു വരണം. ആ ദീനാണ് റഹ്മാനായ റബ്ബിലേക്ക് നൽകിയിട്ടുള്ളത്. ആ ദീനിലുണ്ടല്ലോ ഇപ്പോൾ. അതിൽ നമ്മളിപ്പോൾ അതിന്റെ എത്രത്തോളം ഉണ്ടെന്നുള്ള വേറെ വിശദീകരിച്ചത് പറയും. ദീനിലേക്ക് ഒരു സ്പേസ് നമുക്ക് കിട്ടി, ഒരു ഡോർ നമ്മുടെ മുമ്പിൽ റബ്ബ് തുറന്നു. നമ്മളിപ്പോ അതിനുള്ളിലാണ് റബ്ബ് നിലനിർത്തി തീരുമാനട്ടെ. പ്രിയമുള്ളവരെ, ആ ദീനിൽ ഒരു എൻട്രൻസ് കിട്ടിയെന്ന് മാത്രമല്ല, ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചവർ മാത്രമല്ല, പകർത്താൻ ഭാഗ്യം ലഭിച്ചവർ മാത്രമല്ല, നമ്മൾ ഈ ദീനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ മുൻപിൽ നിൽക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ്. കുന്നുംകുളം മണ്ഡലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്ന ആനുകൂല്യം നമ്മൾ ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം. ഒരു താഴ്വാരംഗത്ത്, ഒരു താഴ്വാൻ കൂട്ടായ്മയിൽ നമ്മൾ എത്തി നിന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മെച്ചം എന്താണ്? കൃത്യമായി കൊണ്ട് 1, 2, 3 എന്ന് പറഞ്ഞ് മറുപടി പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ സാധാരണക്കാരെ പോലെയല്ല. ഈ ദീനി കിട്ടിയ ആളുണ്ടാകണം. ഈ താഴ്വാരംഗത്തൊന്നും ഇല്ലാത്ത സാധാരണ ലെവലിൽ അവരിങ്ങനെ ദീനൊക്കെ പ്രാക്ടീസ് ജീവിക്കും, നിസ്കരിക്കും, നോമ്പോക്കുന്ന ഒരു പള്ളിയിൽ പോലെ കണ്ട് ഇങ്ങനെ നിന്ന് തിരിഞ്ഞങ്ങോട്ട് മരിച്ചു പോകുന്ന ആൾക്ക് എന്താ കൊണ്ടുണ്ടാകുക? ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം കൊണ്ടുണ്ടാകും, അല്ലേ? ചില്ലറക്കാരില്ല, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളോ ഈ ദീനി കൂട്ടായ്മ വന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സുഹൃത്തുക്കളെ ശരിക്കും ആലോചിച്ചു. നമ്മൾ
ഒന്ന് മനസ്സിൽ കൈ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ചില്ലറ കാര്യങ്ങളാണ്. നമ്മളൊരു ചെറിയൊരു ദഅവ പ്രോഗ്രാം വെച്ചു, ഇന്നിപ്പോ ഈ പ്രോഗ്രാം വെച്ചു. ഇതിലൂടെ കുറച്ചൊരു ഈബാലും ഒരു വെളിച്ചം കിട്ടുന്ന ഒരാളെ ഒരു അമൽ തുടങ്ങിയാൽ അതിന്റെ ഒരു ഓഹരി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ കാരണം ഒരാൾ പുതിയതായി കൊണ്ട് നിസ്കാരം ആരംഭിച്ചു. അതുവരെ അശ്രദ്ധയിലായിരുന്നവൻ മുസ്ലിമൊക്കെ തന്നെ, പക്ഷെ നിസ്കാരത്തിന്റെ കലശം ഉണ്ടായിരുന്നില്ല. നിസ്കരിക്കും, ജമാഅത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കാരണം അവരിങ്ങനെ വന്നു, ചുമയിലേക്ക് വന്നു. അവൻ ഒരു ജമാഅത്ത് നിസ്കാരത്തിന് പ്രാധാന്യം കേട്ടു. അവൻ അവന്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ മനുഷ്യൻ നിർവഹിക്കുന്ന എല്ലാ ജമാഅത്ത് നിസ്കാരത്തിന്റെ കൂലി അവർക്ക് മാത്രമല്ല നമുക്ക് കൂടെയുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് എല്ലാവർക്കും അറിയാം. 5734 ഹദീസുകൾ നിവേദനം ചെയ്ത മഹാനുഭാവനാണ്. പ്രവാചകന്റെ ചാരത്ത് ഒരു നിഴൽ കണക്കിൽ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണക്കാരനാണെങ്കിൽ തുഫൈൽ ബിൻ അംർ ദൗസി എന്ന് പറയുന്ന മഹാനായ മറ്റൊരു സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ്, ദഅവത്ത് പ്രകാരമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വരുന്നത്. പിന്നീട് ചരിത്രം തിരിഞ്ഞു നോക്കുന്നത് അബൂ ഹുറൈറയിലേക്കാണ്. പക്ഷേ ഇന്നും ഈ ഒരു ക്ലാസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിന്റെ ഒരു അംശം, അതിന്റെ ഒരു കൂലി നമുക്ക് കിട്ടുന്ന പോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഖബറിലേക്ക് മാത്രമല്ല, അബൂ ഹുറൈറയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത കാരണക്കാരനാക്കിയ അതിന്റെ ശരിക്കാൻ പോയ ആ മനുഷ്യന് കിട്ടുമോ? എന്താ നമ്മുടെ മറുപടി? കിട്ടുമെന്നാണെങ്കിൽ അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. ഇനി വെറുതെ ആലോചിച്ചാൽ മതി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത്. ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇതിന്റെ കൂടെയുള്ളതെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ചില്ലറ വിഭവങ്ങളായിരിക്കില്ല. നാട്ടിൻ പുറത്തിൽ നിന്നും ഒരു സാധാരണ ഒരു താത്ത മരിച്ചു പിരിയുമ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഭവമല്ല പ്രിയമുള്ളവരെ. ഈ വിഷ്ണു ഗേൾസിലും ഈ പറയപ്പെട്ട വുമൻസിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുക. ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മറ്റുള്ളവരുടെ കർമ്മങ്ങൾ കൂടെ നമുക്ക് കിട്ടും. അവന്റെ പ്രവർത്തനം കഴിഞ്ഞു, ഇനി അവർക്ക് പ്രവർത്തിക്കാൻ അവസരമില്ല. പല ആളുകളും പ്രവർത്തിക്കണം എന്നൊരു ബോധോദയം പല ആളുകൾക്ക് ഉണ്ടാകണമെന്നറിയും മരിക്കുമ്പോഴാണ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. പല ആളുകളും ചോദിക്കും, പഠിച്ചോനെ ഒരു നാഴിക നേരത്തേക്ക് എന്നൊന്ന് മടക്കുമോ, എനിക്കൊരു അവധി തരുമോ, ഒന്ന് മാറാൻ, നഷ്ടപ്പെടുത്തിയ കർമ്മങ്ങളൊന്ന് ചേർത്ത് വെക്കാൻ ഒരവസരം തരുമെന്ന് ചില ആളുകൾ ലഭിക്കുന്നതാണ്. നമ്മുടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൂട്ടരെ നമ്മുടെ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളെ പൊതിഞ്ഞവിടെ കൊണ്ടുപോയി വെച്ച് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും യാത്ര പറയും. ഒരാൾ പോലും അവിടെ നിൽക്കൂല. അന്നത്തെ രാത്രി അദ്ദേഹം ഒറ്റക്കല്ലേ എന്ന് കരുതി നമ്മളെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരാൾ പോലും അവിടെ ഉണ്ടാവില്ല. മാക്സിമം ഒരു 15, 20, 30 മിനിറ്റൊക്കെ ഉണ്ടാവും. അധികം ആളുകൾക്ക് വേറെ കാര്യം, പക്ഷെ മാക്സിമം അതൊക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ എല്ലാവരും അവരവന്റെ ബിസി ലൈഫിലേക്ക് പോകും. നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാകും. ഓരോ പുസ്തകത്തിൽ നിന്നും നമ്മൾ മാറി മറിയും. നമ്മളെന്ന പേജ് അതാരും വായിക്കാതെയാകും. നമ്മുടെ പ്രിയതമ പോലും പണ്ടത്തെ അത്ര ഓർമ്മയില്ലാത്ത അവസ്ഥ. അതങ്ങനെയാണ്. മറ്റുള്ളവർക്ക് മറവി കൊടുക്കും. അത് അല്ലാന്റെ തൗഫീഖാണ്. അത് അല്ലാന്റെ അനുഗ്രഹം കൂടെയാണ് മറവി എന്നുള്ളത്. ശരി, പിന്നെ ആരോ കൂടെ നമുക്കുള്ളത്? നമുക്കെന്താ അവിടെ ഉള്ളത്? നമ്മൾ അതുവരെ ചെയ്തത്. പക്ഷെ നമുക്ക് അത് മാത്രമല്ല കിട്ടുക. ഇൻകുങ്ങൾക്കും അത് മാത്രമല്ല കിട്ടുക. നമുക്ക് എന്തുകൂടെ കിട്ടുന്ന അറിയോ? നമ്മൾ കാരണം ഇവിടെ നന്മകൾ തുടക്കം കുറിച്ച് ചില ആളുകളുണ്ട്. ആ ആളുകളുടെ അമലുകൾ നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്നതല്ലേ നമ്മുടെ അഖീദ? അല്ലേ? യെസ്. നമുക്ക് അവിടേക്ക് പലരും കിട്ടും. ഒരു ലോഹന്റെ ബാങ്ക് കൊടുക്കുമ്പോ, ഒരു സുബഹിന്റെ ബാങ്ക് കൊടുക്കുമ്പോ നമുക്കതിന് നിർവൃത്തിയില്ല, നമുക്കതിന് ചെയ്യാൻ ഗ്യാപ്പില്ല. നമ്മൾ ഖബറിനടിയില്ല. പക്ഷെ അപ്പോഴും സുബഹിസ്കരിച്ചതിന്റെ കൂലോടേക്ക് എത്തുന്ന പ്രോസസ്സിൽ എപ്പോ നമ്മളുള്ളത്? അതിനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ മണ്ണിലാണ് പ്രിയമുള്ളവരെ നമ്മൾ വിത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. അല്ലാതെ ദീനിനു വേണ്ടി ചെറുതായിട്ടൊന്ന് സേവിക്കുവാൻ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഒരുക്കമാണെങ്കിലോ
നമുക്ക് സഹായിയായി റഹ്മാനായ റബ്ബ് ഉണ്ടാകുന്നതാണ്. ജീവിതം നല്ല ബറക്കത്തുള്ള ജീവിതമായിരുന്നു സുഹൃത്തുക്കളെ. അത് അനുഭവിച്ചറിയും. ഈ ദഅ്വാ രംഗത്തൊക്കെ സജീവമായി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. നന്നായി നല്ല അങ്ങേയറ്റത്തെ ടൈറ്റ് ഷെഡ്യൂളിൽ പോകുന്ന ആളുകൾ നിങ്ങൾ എടുത്തു നോക്കിയൊക്കെ അവർ വീണ്ടും 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 ആഗ്രഹിക്കും. കാരണം എന്താ? എത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ വരുന്നോ അതിനനുസരിച്ച് ബറക്കത്തുള്ള ജീവിതത്തിൽ വരുന്നുണ്ടോ. അതുകൊണ്ട് ഇത് വല്ലാത്തൊരു ബറക്കത്ത് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എത്തി നിൽക്കുന്ന അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന്റെ തോത് ശരിക്കൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇതൊക്കെ നമുക്ക് കിട്ടണമെന്നാണ് പറഞ്ഞ കേൾക്കുന്നവർക്ക് ആഗ്രഹമെങ്കിൽ അത് വെറുതെ കിട്ടൂല. ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ഒക്കെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഇത്രയും നന്മകൾക്കുള്ള അവസരം കിട്ടുമ്പോൾ അത് നമുക്ക് നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായിക്കൊണ്ട് മാറണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. ഞാൻ ഇതുവരെ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞ് നിങ്ങളോട് ചെയ്യുന്ന എന്നെ ഒരു ചതിയായിരിക്കും. ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ട് വാർത്തകളെല്ലാം ഞാൻ പറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ചതിയായിരിക്കും. കാരണം എന്താ? ഇപ്പം ഇങ്ങനെ വണ്ടിമെങ്കിലും വിടുകയില്ല. അല്ല, ഇതിനപ്പുറത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. അതുകൂടി പറയുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങോട്ട് നമ്മളിങ്ങനെ ആലോചിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ശ്രദ്ധിക്കുന്ന കൂട്ടുകാരെ. നമ്മൾ ഉയരത്ത് നിൽക്കുന്ന ആളുകളാണ്. ശരിയാണല്ലോ, നമ്മൾ ഉയരത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വീണ പോലെ അവർ ഇതിന്റെ മുളന്ന് വീണില്ല. ഇതിന്റെ മുളന്ന് വീണ പരിക്കാതെ ഇതിന്റെ മുളന്ന് വീണുണ്ടാക്കി. എത്രത്തോളം ഉയർന്നു പോകുന്നു അതിനനുസരിച്ച് പരിക്കുകൾ കൂടും. നമ്മൾ ഒരല്പം ഉയരത്തിൽ റഹ്മാനായ റബ്ബ് കയറ്റി വെച്ച ആളുകളാണ്. അതുകൊണ്ട് നമ്മളാണ് ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം ശരിയാകണമെങ്കിൽ നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു അവസാനിക്കും. 8 കാര്യങ്ങൾ പറയാനുള്ളൂ. ഇതിലൊന്നെന്താണെന്നറിയോ? ഒന്ന്, പ്രിയമുള്ളവരെ, എല്ലാ കർമ്മങ്ങളുടെയും സ്വീകാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ കാര്യം ഇതായിരിക്കും. നിങ്ങൾ പറയുന്നത് ഏതായിരിക്കും? വെരി ഗുഡ്. അതറിയാം നമുക്ക്. ഇഖ്ലാസാണ്. എല്ലാ നിലത്തിലും വിശുദ്ധി നമുക്ക് ഉണ്ടാകണം. ഒന്നാമത്തെ വിശുദ്ധി എവിടെ വെച്ചാൽ നമ്മുടെ നെയ്യത്തിലെ വിശുദ്ധിയാണ്. അത് ആർക്കും ചരഞ്ഞൊക്കെ കിട്ടൂല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യണം. ശക്തമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര അമ്പരപ്പോടുകൂടെ അദ്ദേഹത്തിന് നോക്കണം. എന്തായാലും മൂപ്പരുടെ യുദ്ധം വാമ്പ സംഭവല്ലേ, ഒരു ഉഷാറില്ല. ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ കമന്റ്. അല്ലാഹു റസൂൽ പറഞ്ഞു, അദ്ദേഹം നരകത്തിലാണ്. ശരി, എന്താ കാരണം? ബാക്കി നാളുകൾക്ക് ആകെ ബേജാറായി. ഇത്ര ഉഷാറായി യുദ്ധം ചെയ്ത് കണ്ട് അദ്ദേഹം നരകത്തിലോ എന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ കൂട്ടത്തിൽ ഒരു സ്വഹാബി അദ്ദേഹത്തെ മാത്രം ഇങ്ങനെ എന്താ ചെയ്ത് നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അദ്ദേഹം യുദ്ധത്തിൽ ശക്തമായി യുദ്ധം ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് ഒരു പ്രഹരം ഏറ്റപ്പോ ആ വേദന സഹിക്കുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്തതുമാണ്. അത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലായി. വഹിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ കുറിച്ച് പറയുമ്പോൾ നരകം കത്തിച്ചു തുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നരകം കത്തിച്ചു തുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 ടീമിനെ കൊണ്ട് കത്തിച്ചു തുടങ്ങുന്നതാണ്. നഅൂദുബില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നല്ലോണം ആലോചിക്കണം. അത് ആദ്യത്തെ ടീം ആരാന്നറിയോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത പോരാളിയാണ്. നിനക്ക് ഞാൻ ആയുസ് നൽകി, ശരീരം നൽകി, നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ നീ കണ്ടില്ല, എനിക്ക് കഴിയില്ല, എന്റെ മുഖം വിവർണമാണ്, ശത്രുക്കൾ അത് കൊത്തിയെടുത്തിട്ടുണ്ട്, എന്റെ കണ്ണുകൾ ചൂടെടുക്കപ്പെട്ടിട്ടുണ്ട്, അത്രത്തോളം നിന്റെ ദീനിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവനാണ് ഞാൻ. അള്ളാഹുവിന്റെ മറുപടിയാണ് അത്ര കരുത്ത. എടാ, നീ പറഞ്ഞത് കളവാണ്. സംഗതി ശരിയാണ്, നീ നല്ലോണം ത്യാഗം സഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ ത്യാഗം സഹിച്ചതിന്റെ പിന്നിലെ നിന്റെ മനസ്സ് നീ ആളുകൾക്കിടയിൽ നല്ലൊരു യോദ്ധാവാണെന്ന് അറിയപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് മനസ്സ് വായിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ ലിസ്റ്റിൽ ആ മനുഷ്യന്റെ പേരുള്ളത്. പ്രിയമുള്ളവരെ, നരകക്കാരുടെ ലിസ്റ്റിലാണ്. ആ മനുഷ്യൻ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നതാണ്. അള്ളാഹു മൈൻഡാക്കി. അദ്ദേഹത്തിന്റെ ത്യാഗത്തെ റബ്ബ് മൈൻഡാക്കി. എന്തേ കാരണം? ഉള്ളിൽ ഇഖ്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്താ അറിയോ?
ഇതൊക്കെ റഹ്മാനായ റബ്ബ് നമ്മളിങ്ങനെ തന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോ ഇതിനൊന്നും തടയാൻ പിശാചിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ പഴയതിലൂടെ എത്തിയാലോ, ഇനിയിപ്പോ എന്ത് ചെയ്യണം? നമ്മൾ ഈ ചെയ്യുന്ന പണി ബാത്തിലാക്കണം. അതാണ് പിശാചിന്റെ അടുത്ത്. അതുകൊണ്ട് എന്താക്കും? ചെയ്യുന്ന ഒരു പണിക്ക് ഇഖ്ലാസ് തോന്നാതിരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണട്ടെ, ഞാൻ ഭയങ്കര ഉഷാറാണെന്ന് ആളുകൾ അറിയട്ടെ, അല്ലെ? ഈ സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ട് അതൊരു പ്രസിഡന്റാണ്, ഒരു സെക്രട്ടറി ആണെന്ന് അറിയുമ്പോൾ നാലാളുടെ മുമ്പിൽ സംഭവമാണല്ലോ. അതൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇതിനൊക്കെ സുഹൃത്തുക്കൾ അത്ര വലിയ സംഭവമുള്ളൂ. ഇതിനൊക്കെ എന്താ അറിയുകളെ? ഇതൊക്കെ തലമുറ കേസാണ്, അതിനുള്ള താരത്തിൽ വരണമെന്നല്ല. ഇതിലൊക്കെ ഇരുന്നുകാണ്ട് പിന്നെ കടപെടാന്ന് കാട്ടിയിട്ടുണ്ടെങ്കിൽ പരലോകാണ്ട് കൊള്ളാവും. ഇത് തീക്കട്ട കൊണ്ട് തലച്ചോറിന് ഏർപ്പാടാണ് ശരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രസിഡന്റ് നോരിച്ചാണ് ഇവിടെ എങ്ങനെയാണല്ലോ ഞാൻ പറയുന്നത്. നമ്മൾ ഈ പൊസിഷനിൽ എത്തുമ്പോൾ പിശാച് നമ്മളിങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പരിപാടി കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പണിയാണ് എന്ത് ലോകമാനിതാന്നുള്ളത്. നല്ലോണം ആലോചിച്ചോളി, അത് നല്ലോണം ആലോചിച്ചു. ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ നമ്മൾ ആരും ഒരു സ്ഥാനത്തെ ആഗ്രഹിക്കരുത്. പ്രിയമുള്ളവരെ, ആഗ്രഹിക്കരുത് ഒരു സ്ഥാനവും ഒരു മാനവും. നമുക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ പഠിച്ച ഒരു പക്ഷം എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു തൗഫീഖ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. ആരുടെ മുമ്പിലും പറയാൻ വേണ്ടിയിട്ടോ പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ മറ്റു മണ്ഡലങ്ങൾ നോക്കട്ടെ, മറ്റു മണ്ഡലങ്ങൾ കാണട്ടെ എന്നാണെങ്കിലോ വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മറിച്ചോ ഇൻഷാ അല്ലാഹ് ആളുകൾ കുറച്ച് കുറവാണെങ്കിലും ഇത് നടക്കണം, ഇതൊരു തുടക്കമാകണം. ഇത് കണ്ടിട്ട് അടുത്ത തലമുറ ഇതിനേക്കാൾ ഉഷാറായിക്കൊണ്ട് നടക്കണം. ഈ പള്ളി വിട്ട് ഓഡിറ്റോറിയത്തിൽ അടുത്ത് വിജ്ഞാന വേഗത മാറണം. ആളുകൾ ഇനിയും വരണം. ഞങ്ങൾ കാരണത്താൽ ഇവിടെ ദീന് തളച്ചു വളരണം. ഇങ്ങോട്ട് വരുമ്പോ മുസ്ലിം പള്ളികൾ കുറവാണല്ലോ നമ്മുടെ ജില്ലയിൽ, അല്ലേ? താരതമ്യേന കുറവാണ്. ആ ഇടങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കണ്ണടയുന്നതിന് മുൻപ് ഗ്രാമാന്തരങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിക്കാനുള്ള തൗഫീഖ് പടച്ചോനെ ഞങ്ങൾക്ക് നൽകണേ. ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് ആയി ഇതിന്റെ ആദ്യത്തെ താക്കോലുകൾ അല്ലാഹുവേ നീ ഞങ്ങളെ ഏൽപ്പിച്ചു പടച്ചോനെ. ഇത് ഏറ്റവും ഭംഗിയായി കൊണ്ട് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ. ഞങ്ങൾ അശക്തരാണ് റബ്ബേ, ഞങ്ങൾ കഴിവില്ലാത്തവരാണ് റബ്ബേ, പിന്നെ സമ്പത്തില്ലാത്തവരാണ് റബ്ബേ. പക്ഷേ ഒരു ഉറപ്പുണ്ട് നാഥാ, നിന്റെ ദീനിനു വേണ്ടി നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മതി. ഹസ്ബുനല്ലാഹ് വ നിഅ്മൽ വകീൽ. ആ ഒരു ബോധമാണ് പ്രിയമുള്ളവർ നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ ദഅവ കൂട്ടായ്മയിൽ കണിചേരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, നമ്മൾ ഏറ്റവും വിശുദ്ധമാക്കേണ്ടത് ഒന്ന് ഏതായിരിക്കണം? നമ്മുടെ നിയ്യത്തായിരിക്കണം. അത് നമ്മൾ നല്ല നിലയ്ക്ക് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം നമ്മൾ നല്ല നിയ്യത്തൊക്കെ വെച്ച് നമ്മൾ പലതും ചെയ്യുമ്പോൾ ഇത് ആളുകൾ സ്വീകരിക്കണ്ടേ, എന്നാലേ നമുക്ക് എന്തൊക്കെ കിട്ടുള്ളൂ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? നല്ലോണം ആലോചിച്ചോളി. ഒരു ദാടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് സ്വഭാവമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടാണ്, പ്രവാചകന്റെ പെരുമാറ്റം കണ്ടിട്ട് എത്ര പേരെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. ഒരു സുഹൃത്തിന് ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പങ്കുവച്ചു. അദ്ദേഹത്തിന് ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആദർ നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ആദർശത്തൊക്കെ മുമ്പിൽ ദൂരെ നിൽക്കുന്നൊന്നും വീക്ഷിക്കുന്ന ആളാണ്. അത്യാവശ്യം വിദ്യാസമ്പന്നനാണ്, നല്ല ഉഷാറാണ്. പിന്നെ അദ്ദേഹത്തിനോട് സൗഹൃദ സംഭാഷണം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഉഷാറാണ്, പക്ഷെ അതിന് മുൻപിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ഓരവിടെ ഉണ്ടായതാണ് എനിക്ക് അവിടെ എന്നുള്ള പ്രശ്നം. അവര് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നാത്തത്. ഒന്ന് ആലോചിച്ചു. അവരെയും കൂടി കൊണ്ടുവരേണ്ടതാണല്ലോ നമ്മൾ കണ്ടിട്ട് ഒരാളിന്റെ ഭാഗമാണെന്ന്. ഇസ്ലാം ആദർശത്തോട് ഒരു പ്രശ്നം ഒരിക്കില്ല. അവർക്ക് ആകെ പ്രശ്നം എന്താ? നമ്മളെന്ന മഹാൻ, നമ്മളെന്ന മഹതി അവിടെ ഉള്ളതാണ്. മുപ്പത്തിയിലുള്ളതാ പടച്ചോനെ അടുക്കാൻ പറ്റട്ടാ അത്ര നന്നായി എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞു മുടക്കുന്നത്. ഇത് എന്ത് വലിയ ആവശ്യമായിട്ടും കാര്യമില്ല. നിങ്ങൾ ആലോചിക്കണ്ടേ? ഒരു കൊട്ടാരം കിട്ടുക, ഒരു കൊട്ടാരം മനോഹരമായ കൊട്ടാരമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ ആ കൊട്ടാരത്തിന്റെ ഗേറ്റ് ഇവിടെ തുറക്കാൻ പറ്റില്ലെങ്കിലോ, ഒരാൾക്ക് വന്നിട്ട് ഗേറ്റ് അപ്പുറത്ത് കിടക്കാൻ പറ്റില്ലെങ്കിലോ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന മനസ്സിലുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ പറയുന്ന ആദർശം കേട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടിട്ട് നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ പറയാൻ പോകുന്ന ആദർശത്തെ സ്വീകരിക്കുന്ന മനസ്സുണ്ടാകും. നമ്മൾ പറയണമെന്നുവേ
നമ്മുടെ സ്വഭാവം നിറയാണെങ്കിൽ അത് അത് അപ്ലിക്കബിൾ ആകൂല, നല്ല നിലക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്താ അറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ താങ്കൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റും നിന്നും ആളുകൾ ഓടിയകലുമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അങ്ങിരി പരിമിതമായ ആളുകളെ ഉള്ളൂ, വിരലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷങ്ങൾക്ക് അപ്പുറത്ത് ദീൻ പൂർത്തിയാക്കി നിൽക്കുന്ന സമയത്ത് പ്രവാചകന്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബാക്കൾ അണിനിന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒന്നാണ്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് കേട്ടോ. അപ്പോൾ ഏതാ പ്രിയമുള്ളവരെ സ്വഭാവം? കാന ഖുലുഖുഹു അൽ ഖുർആൻ. നമ്മുടെ ഉമ്മമാരെ ചോദിച്ചു എന്താ നബിയുടെ സ്വഭാവം? ഒന്നുമില്ല, എന്താ സ്വഭാവം എന്നറിയോ? മൂപ്പരുടെ സ്വഭാവം ഖുർആനായിരുന്നു. പരിപാടി കഴിഞ്ഞു, ഖുർആനായിരുന്നു. ഖുർആൻ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നബിയിൽ കാണാൻ പറ്റും. നമ്മൾ ഖുർആന്റെ കാര്യം പറയുന്നത് പക്ഷേ ലൈഫിൽ അത് ഉണ്ടോ എന്ന് ആലോചിക്കണം. ചില ആളുകളെ കുറിച്ചൊക്കെ ഭയങ്കര പരാതി ഉണ്ടായിരുന്നില്ലേ, ഭയങ്കര പരാതി എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മൂപ്പര് ഭയങ്കര താഴ്വത്ത പേര്, നല്ല പേരാ, പുറത്തൊക്കെ നല്ല സോഫ്റ്റ് ഡീലിങ്സ് ആണ്, എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, ആകർഷണീയമായ സ്വഭാവമാണ്, ഒക്കെ ഉഷാറാണ്. പക്ഷെ പേരേക്കട്ട് കയറ്റാൻ പറ്റില്ല. പേരേക്കട്ട് കയറിയ സാധനം ഏതൊരു ദജ്ജാലായിക്കൊണ്ട് മാറുകയാണ്. ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞ സാധനം ഇതാണോ ചിലപ്പോൾ തോന്നിപ്പോകുന്ന ചിലർ പറഞ്ഞ കമന്റ്. ചിലപ്പോൾ വിരുന്നിനൊക്കെ പോകുമ്പോൾ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വിരുന്നിനൊക്കെ പോയ വീട്ടിന്റെ മൂപ്പര് ആ ചെറിയ കുട്ടികളൊക്കെ കൊഞ്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള കുട്ടികളെ നോക്കുക, പഠിച്ചോനെ നിന്റെ പെണ്ണേ, നിന്റെ പാക്ക് ഇങ്ങനത്തെ ഒരു മുഖം ഉണ്ടാ അല്ലേ, നിന്റെ ഇങ്ങനൊക്കെ സോഫ്റ്റ് ആയിക്കൊണ്ട് പറയാൻ കഴിയും, വീട്ടിൽ ധരിക്കുന്ന കുട്ടിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും. ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, ഈ ഇങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ പ്രശ്നമുണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആരാണ് അറിയുന്നത്? നമുക്ക് നമ്മൾ ഉഷാറാണ് ആരെ പറയേണ്ടത്? ചൂടും ചൂരും അറിയുന്നവർ പറയണം. നമ്മുടെ കിടക്ക പങ്കിടുന്ന ശരീരം പങ്കിടുന്ന ഇണക്ക് പറയാൻ കഴിയണം, നമ്മുടെ പ്രിയതമൊക്കെ പറയാൻ കഴിയണം. അദ്ദേഹം ഒക്കെയാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകണം. അതിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ മുന്തിയ വർത്തനം പറഞ്ഞിട്ടില്ല, മൂപ്പരെടുത്ത് വലിയ അഭിപ്രായം കഴിഞ്ഞ നമ്മുടെ കഥ രണ്ടു കൂടെ നമ്മൾ ആലോചിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കൂട്ടരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ നിങ്ങളുടെ പെണ്ണുങ്ങളോട് ഏറ്റവും നന്നായി ഒരു പേര് പറഞ്ഞു. അതുണ്ടോ നമ്മൾ നല്ലോണം ആലോചിക്കണം. പുറത്തൊക്കെ ഭയങ്കര സേവന, ആര് വിളിച്ചാലും നമ്മളുണ്ട്. അത് നബി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നബി അവിടെ മാത്രമല്ല പേരന്റെ ഉള്ളിലുണ്ട്. അതാരും അറിയുന്നില്ല. അത് ഈനായതുകൊണ്ട് അതിങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുള്ളൂ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കുടുംബത്തിന്റെ ഉള്ളിൽ, പ്രിയപ്പെട്ടവരെ, സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു കമ്പനി കൂടലുണ്ട്, സ്വഹാബാക്കളുടെ ഒരു കമ്പനി കൂടലുണ്ട് അല്ലേ. വഹൂക്ക് എന്ന പേരുണ്ട്, പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കമന്റ് അടിക്കും, ഉഷാറാക്കും. പിന്നെ ആരും കാണുന്നില്ല എന്ന് ജമാഅത്തിലായി കാട്ടിൽ പെരയൊക്കെ പോയി നോക്കും, എന്താണ് കണ്ടിട്ടില്ല, എന്തൊക്കെ കാര്യം പോയി അന്വേഷിക്കും. സ്വഹാബാക്കളുടെ ഭയങ്കര കമ്പനിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ നേരെ പോകും ഭാര്യമാരുടെ വീട്ടിലേക്ക്. ഓരോ വീട്ടിലും പോയിട്ട് എന്തൊക്കെയാണ് കാര്യം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ വീട്, ആ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കും അല്ലെ, പിന്നെ യുദ്ധങ്ങൾ നയിക്കും, എന്തൊക്കെയാണ് ഷെഡ്യൂള്. അതിന്റെ ഇടയിൽ പേരക്കുട്ടികൾ വരും, ഓരോ കൂടെ ആനയും കഴിക്കും. വൈകുന്നേരം അതേപോലെ ഓരോ ദിവസം ഓരോ പിന്നെ ഭാര്യമാർക്ക് ദിവസം നിശ്ചയിച്ചു കൊടുക്കുന്നു. അവിടെ ഒക്കെ പ്രവാചകൻ ഓടിയെത്തുന്നു. എല്ലായിടങ്ങളിലും എല്ലാവർക്കും തുല്യ പരിഗണന കൊടുത്തു. സ്വഹാബാക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദ്യം എന്താ അറിയുന്നത്? ഇനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിയാം. അങ്ങനെ അവരെല്ലാം ചോദിക്കണ്ടേ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയാണ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിക്കണമെന്നാണ് തന്റെ പേര് പറയുന്നതിട്ടാണ്. അവിടെയാണ് അബൂബക്കർ അവന്റെ പേര് പറയുന്നത്, പിന്നെ ആയിഷ അവരുടെ പേരൊക്കെ പറയുന്നത്. അങ്ങനെ ചോദിക്കാനുള്ള ഇതെന്താ? അവരെല്ലാവരും കരുതിയത് എന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും നന്നായി പരിഗണിക്കണം എന്നുള്ളതാണ്. ഒരു തെറ്റും സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, പരസ്യമായിട്ട് അവഗണിച്ചിട്ടില്ല. നാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും പരസ്യമായിക്കൊണ്ട് ഒരാൾ തെറ്റ് നിങ്ങൾ തിരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് നസീഹത്തല്ല കാണിച്ചിട്ടുള്ളത്, നിങ്ങൾ അദ്ദേഹത്തോട് വശറാക്കാൻ ചെയ്തിട്ടുള്ളതാണ്.
അല്ലെ? പെരേല് പാപ്പാന്റെയും ഉമ്മാന്റെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ അവഹേളിക്കുക, ഒരു ചെറിയ തെറ്റിങ്ങനെ പരസ്യമായിക്കൊണ്ട് പറയാ, മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് തിരുത്തുക പറ്റൂല. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും രഹസ്യമായി. അത് ഭാര്യ ഭർത്താവിന് മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കും. നമ്മുടെ കസ്റ്റമറിനോട് ഭയങ്കര ഉഷാറായിരിക്കും. നമ്മുടെ കീഴിലുള്ള തൊഴിലാളികളോ കസ്റ്റമറിന്റെ ആ ഒരു കസ്റ്റമറിയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, മുമ്പേന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുടെ നമ്മുടെ രൂക്ഷമായിട്ട് പെരുമാറും. ഒന്നും പറ്റൂല പ്രിയപ്പെട്ടവരെ. ഏറ്റവും സോഫ്റ്റ് ആയിക്കൊണ്ട് പെരുമാറാൻ നമുക്ക് കഴിയണം. പിന്നെ ഉറപ്പ് നൽകുന്ന നരകം ഹറാമാക്കപ്പെടുന്ന 4 സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞാണ്, കുല്ലു ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹ്ലിൻ. എന്താ? വളരെ സൗമ്യമായി കൊണ്ട് പെരുമാറുന്നത്, എല്ലാവരോടും അടുപ്പം കാണിക്കുന്നവൻ. അല്ലേ? നല്ല ഗൗരവത്തിൽ പറഞ്ഞാൽ എല്ലാത്തിനും ഒരു കൊടുക്കേണ്ട ഗൗരവം. അത് വൈഫിന്റെ കാര്യം, ആ വൈഫിന് കൊടുക്കേണ്ട ഒരു ഗൗരവമുണ്ട്, അങ്ങനെ കൊടുക്കുന്നു. മാതാപിതാക്കൾ കൊടുക്കുന്ന സീരിയസ്നെസ് ഉണ്ട്, അത് അങ്ങനെ കൊടുക്കുന്നു. ആ മക്കളുടെ വിഷയത്തിൽ ഗൗരവം. അവൻ എവിടെയാണുള്ളത്, അവൻ എന്ത് കാര്യമാണ് ചെയ്യുന്നത്, അതിനെല്ലാം ഗൗരവത്തിൽ കാണുന്നതാണ്. എല്ലാ കാര്യത്തിലും അവനെ കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടില്ല. അവന് ബസ് കയറി അല്ലെങ്കിൽ ഇരിക്കുക, ട്രെയിനിൽ കയറി ഇരിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ഇരിക്കാൻ പറ്റുമോ? അവനവിടെ എളുപ്പമുണ്ടാകും. അവനവിടെ ഒരു എളുപ്പമുണ്ടാകും. ഇങ്ങനെ പോണ വഴിയിൽ പ്രശ്നമാണ് നടക്കേണ്ടത്, ഒരു വണ്ടിയിൽ ചെയ്താക്കിയിട്ട് അവനവിടെ എളുപ്പമുണ്ടാകും. നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ആകെ കച്ചറയാണ്, നമ്മളിത് എളുപ്പമുണ്ടാക്കി. ഇങ്ങനെ മൈൻഡിൽ എപ്പോഴും അങ്ങനെ ഒരു കാര്യം പറ്റിയ സ്വഭാവം ഉണ്ടാക്കാനൊക്കെ പറ്റും. പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരാൾ പറയുന്ന ആദർശമാണ് വേഗത്തിൽ ആളുകൾ കേൾക്കുക. നമ്മളെന്തിനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്? എന്റെ ആയുസ് തീരുന്നതിന് മുമ്പ് പരമാവധി ആളുകൾ ഞാൻ കാരണം ഇതിന്റെ ഭാഗമാകണം. അതിനെ നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നായി ശ്രദ്ധിക്കണം. അത് മാത്രം വേറെ പറയാൻ ഞാൻ അതിലേക്കൊന്നും കൂടുതലായിക്കൊണ്ട് പറയുന്നത് സുഹൃത്തുക്കളെ. പിന്നെന്താ പറയുക? മനസ്സ് ശുദ്ധിയാകണം. അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു വീട് അലങ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വിരുന്നേര് വരുന്നുണ്ട്, നമ്മുടെ വീട് എന്താക്കണം, ഉഷാറാക്കണം. നമ്മളെന്താ ചെയ്യാ? നിങ്ങൾ പറയും, ആദ്യം ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കും. അല്ലേ? പൊടിയും തൊക്കണ്ടേ? നമ്മൾ ആദ്യം കൊണ്ട് ഇങ്ങനെ ഒന്ന് വളരെ ഇതാക്കലല്ല. നമ്മൾ തുടക്കം തന്നെ ചെയ്യുക, ആദ്യം ഇങ്ങനെ പൊടിയൊക്കെ ഒന്നുണ്ട് മാറ്റും, എന്നിട്ടാണ് പിന്നെ ഒന്ന് തുടക്കുക. അല്ലേ? നമ്മൾ നേരെ കൊടുത്തിട്ട് ഇതാക്കില്ലല്ലോ, ആ മാറാനും തട്ടും, എന്നിട്ടാണ് അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ആണല്ലോ. അപ്പൊ എന്താക്കണം? ഉള്ള കുറെ പ്രശ്നങ്ങൾ അതിനോട് മാറ്റിയിട്ടാണ് പിന്നീട് അലങ്കരിക്കുക. എന്നതുപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കുറെ സാധനങ്ങൾ ഇപ്പൊ ഉണ്ടോ നമ്മൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ ഏറ്റവും വേഗത്തിൽ പുറത്ത് കിട്ടാറ്. ആരാ നാളെ പരലോകത്തിൽ രക്ഷപ്പെടാന്നാണ് പറഞ്ഞത്? ആരാ കൂട്ടരെ? ആരും ഉപകരിക്കില്ല. സ്വന്തം മക്കൾ ആരും ഉപകരിക്കാത്തൊരു ദിവസം ഉപകരിക്കപ്പെടുന്ന ഒറ്റ സാധനമാണ് നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായിക്കൊണ്ട് പരലോകത്ത് പടച്ചവനെ കണ്ടുമുട്ടിയവനെ വിജയിക്കൊള്ളുന്നതാണ്. എങ്കിൽ എന്താണ് പ്രിയമുള്ളവരാ നല്ല ഹൃദയം? നല്ല ഹൃദയത്തിന് ഉടമ എന്ന് പറഞ്ഞാൽ ആരാ? മനസ്സിന്റെ ഉള്ളിൽ കുരിഷ്ടും കുറുമ്പും പകയും വിദ്വേഷവും അസൂയും ഒക്കെ വെച്ചുകൊടുക്കുന്ന ആളുകളാണോ? അല്ല. അങ്ങനത്തെ ഒരു ഇത്തിക്കണി നമുക്ക് വേണ്ട. അതുണ്ടോ നമ്മുടെ അമലിന് അതിങ്ങനെ ഒരു ഭാഗത്ത് തല്ലിക്കെടുത്തു. പ്രിയമുള്ളവർ, ആരോട് നമുക്ക് അസൂയ വേണ്ട, ആരോട് നമുക്ക് പക വേണ്ട, ആരോട് നമുക്ക് വിദ്വേഷമില്ല, ആരോട് നമ്മൾ ആ നിലക്കൊന്നും ബിഹേവ് ചെയ്യണ്ട. നമ്മൾ എന്താക്കുക? ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നോട് അക്രമം ചെയ്തവരോട് പോലും വിട്ടുകൊടുക്കുന്നതാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷ ജീവിതം ത്യാഗം നടന്നതായിരുന്നു. അല്ലേ? ആണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ പ്രബോധന നാളുകളിൽ പ്രവാചകൻ ഏറ്റവും വേദനിച്ചൊരു സംഭവം ഉണ്ട്. ഏതായാലും ഏറ്റവും വേദനിച്ചൊരു സംഭവം നിങ്ങൾ പറയുന്നത് അവിടെ മൈക്കില്ലാത്തോണ്ട് കേൾക്കാത്താണ്. നിങ്ങൾ പറയും ഏതാ? ത്വായിഫാണ്. ത്വായിഫിലേക്ക് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് ഉമ്മാന്റെ വീട്ടുകാരെ അവിടെ ഉള്ളത് ഒരു നമ്മുടെ സ്വീകരിക്കുന്നതിലാണ്. എനിക്ക് താങ്ങായി തന്നെ അവർ ഉണ്ടാവുന്ന കെട്ടിട്ടാണ് പോയത്. പക്ഷെ എന്താ ഉണ്ടായത്? സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, പരിക്കേൽപ്പിച്ചു. അല്ലെ? പരിക്കേൽപ്പിച്ചു. ആ കൊണ്ട കല്ലേറ് പ്രിയമുള്ളവരെ ഒരിക്കലും പ്രവാചകന്റെ തൊലിപ്പുറത്ത് മാത്രമായിരുന്നില്ല, പ്രവാചകന്റെ നെഞ്ചിലാണ് കൊണ്ടത്. നെഞ്ച് തകർന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുന്തിരി തോട്ടത്തിൽ ഇരിക്കുന്നത്. അവിടേക്ക് ആര് വരുന്ന അറിയുന്നത്? അവിടേക്ക് ജിബ്രീൽ വരികയാണ്.
കൂടെ ആരുണ്ടെന്നറിയോ? പർവ്വതത്തിന്റെ കാവൽക്കാരനായ എന്റെ ഡ്യൂട്ടിയേറ്റ് മലക്കൂടും. ജിബ്രീൽ നബിയോട് പറയാണ്, നബിയെ അന്നൊന്ന് പറഞ്ഞാൽ, ഒരു യെസ് മൂടിയാൽ, അങ്ങനെ ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയ ഈ ടീമിനെ മുഴുവനും ചാമ്പലാക്കാൻ ഒരുക്കമാണ്. തോയിഫിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ആ പർവ്വതത്തിന്റെ ഘനം എത്രയാണ്. പർവ്വതങ്ങളാൽ നിബിഡമാണ് തോയിഫിന്റെ ഇടന്ന് പറയുന്നത്. ആ പർവ്വതം മുഴുവൻ ആ ജനത്തിന് മുകളിലേക്ക് ഇടട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? വേണ്ട എന്നാണ്. വേണ്ടെന്നാണ്. അവർക്ക് ഞാൻ നിരുപാധി കൊടുത്തിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വന്നാലും ഈ തെറ്റുകളെല്ലാം അവർ മാറ്റിവെച്ച് ഈ സത്യത്തെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും വരുന്നതാണ് എന്നാണ്. എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തിയത് പ്രിയമുള്ളവരെ, മക്കം ഫത്തേക്ക് എന്താകുന്ന റസൂൽ ചെയ്തത്? ഒന്ന് യെസ് മൂടിയാൽ അവരുടെ പറഞ്ഞു, ശത്രുക്കൾ എന്നെ പറഞ്ഞത്, ഇന്ന് മദീന രക്തം കൊണ്ട് ചോരപ്പുഴൊഴുകുമെന്നാണ്, രക്തം കൊണ്ട് പുഴയൊഴുകുമെന്നാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമാപ്പാ നൽകിയത്. നിങ്ങളോട് പ്രതികാരമില്ലാണ്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാനാണ്, മേത്ത് കിടക്കാൻ സൂക്ഷിച്ചമെന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വിട്ടുവീഴ്ച പിന്നെ ഉദാത്തമായ മാതൃകയാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ ആ നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അതിൽ നിന്ന് പകർത്താൻ ഏറ്റവും വലിയ പാട് അത് തന്നെയാണ്. അതുകൊണ്ട് എന്താ അറിയോ, ഞാൻ എന്തിനു പറഞ്ഞതറിയോ, നമ്മുടെ മനസ്സിൽ ആരെ കുറിച്ച് ഒന്നും വേണ്ട. ആർക്കെന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മളെ അസൂയപ്പെട്ട എന്താ കാര്യം? നമ്മളിനെ അസൂയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഭവിഷ്യത്ത് എന്താ അറിയുമ്പോൾ എന്താ അറിയോ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ അതൃപ്തി കാണിക്കല്ലേ. അവർക്ക് നല്ല വീട്, അവർക്ക് നല്ല വാഹനം ഒക്കെ കൊടുത്തത് ആരാ? പടച്ചോനാണ്. അള്ളാഹുവിന്റെ തീരുമാനം നമ്മൾ ഇങ്ങനെ ഒരു അസൂയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റബ്ബിനോട് എന്തോ ഒരു അല്ലേ, അതാണ് അവിടെ സംഭവിക്കുന്നത്. അതില്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ദീനം നമ്മുടെ ഉള്ളിൽ കയറുള്ളൂ. എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറാനൊക്കെ നമുക്ക് പിന്നെ കഴിയുള്ളൂ എന്നാണ് സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ എത്ര നന്മ ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം നശിച്ചു പോകുന്ന ഒരു ഇടമാണ് ലൈംഗിക രംഗത്ത് വിശുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. ഒരു ദാഴിയെ ഈ ഇത്രയേറെ നന്മകൾ ചെയ്തു വെക്കാൻ വേണ്ടി അവസരം കിട്ടിയ നമ്മളെ എന്തായാലും എഴുതി വെച്ചോ പിശാച് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയി ചാടിക്കുവാനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് ലൈംഗിക രംഗത്തെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ന് അതിനുള്ള എല്ലാവിധ ചാൻസും ഉള്ള ഒരു സാഹചര്യത്തിൽ സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. വിശ്വാസികളുടെ ഗുണമായി കൂടെ പറഞ്ഞെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ലൈംഗികാവയവങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. അവരുടെ ഇണകളിൽ മാത്രമേ ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നാണ്. അത് കേവലം ശാരീരിക ബന്ധം മാത്രമല്ല, സംസാരങ്ങളാകട്ടെ, ചാറ്റിങ്ങുകളാകട്ടെ, ആ നിലക്കുള്ള ഒരു ആസ്വാദനത്തിന്റെ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ആണ് പെണ്ണിൽ നിന്നും പെണ്ണ് ആണും ആഗ്രഹിക്കുന്ന എല്ലാ ഏർപ്പാടുകളും റഹ്മാനായ റബ്ബ് ദുനിയാവിൽ കണക്കാക്കി നിശ്ചയിച്ചു കൊടുത്ത ഇണയിൽ മാത്രം പരിമിതപ്പെടുത്താൻ കഴിയണം. ആ അതിർ വരുമ്പോ ആരാണോ ലംഘിക്കുന്നത് അവൻ എല്ലാ സീമകളും ലംഘിച്ചവരാണെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. ആ ബൗണ്ടറി വിട്ട പിന്നെ എന്താ കാര്യങ്ങള്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു പോകാൻ നമുക്ക് പറയാൻ കഴിയും. എന്തൊക്കെ തെറ്റിലേക്കാണ് ഒരു അവിഹിതം നമ്മളെ കൊണ്ടുപോയി എത്തിയത് പറയാൻ കഴിയില്ല. പക്ക ശൈത്വനെത്താണ്, പക്ക ശൈത്വനെത്താണ്. വെറുതെ ആലോചിച്ചുള്ളവരെ, ചെറിയ കുട്ടികൾക്ക് കിണറ്റിലിടുക, ചെറിയ കുട്ടിയെ നൊന്ന് പ്രസവിച്ച കുഞ്ഞിനെ കല്ലിലേക്ക് എറിഞ്ഞ് അതിനെ കൊല്ലാതില്ലാതാക്കുക. എന്തിന്? മറ്റൊരുത്തന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ചോദിക്കും, ഒരു ഉമ്മാക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ആ ഉമ്മ അങ്ങനെ ചെയ്യുന്ന ആളായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അങ്ങനെ ആയി. എന്തേ കാരണം? ഒരു അവിഹിതം തുടങ്ങിയതാണ് കാരണം. അവളെ കിട്ടാൻ അവൻ തടസ്സമാണ് എങ്കിൽ അവനെ ഇല്ലാതാക്കാൻ കൊലപാതകമാണ്. അതാ സമയത്തിന് ചെയ്തു പോകും. പതിയെ 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 വിചാരമടക്കം ചെയ്തു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞു, ഒരു അന്യാണ് ഒരു അന്യ പെണ്ണ് ഒറ്റയ്ക്കാകാൻ പാടില്ല. അത് ശരീരം കൊണ്ട് മാത്രമല്ല, ഫിസിക്കൽ മാത്രമല്ല, ഓൺലൈനിൽ പറ്റില്ല. നല്ലോണം ആലോചിക്കണം. ഇന്ന് ഇൻസ്റ്റയും മറ്റേതും മറിച്ചതൊക്കെ വ്യാപകമായി ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്.
സ്വകാര്യമായി കൊണ്ട് അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണോ നമ്മൾ? പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മങ്ങൾ തകർന്നിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് തിഹാമ പർവ്വതത്തോളം കർമ്മങ്ങൾ ചെയ്തിട്ടും നഷ്ടപ്പെട്ട് തൊലഞ്ഞവരെ കുറിച്ച് പറയുന്നുണ്ട്. സിഫ്ഹം ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരാരാണ് ഞങ്ങൾക്ക് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹുഹാ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളുമായി കൊണ്ട് ഒഴിഞ്ഞിരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയാൽ ആ അതിർവരമ്പുകളെല്ലാം ലംഘിച്ച് ഹറാമിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് രഹസ്യ ജീവിതത്തിൽ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സ്വകാര്യമായി കൊണ്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്വസ്ഥയും സമാധാനമായി കൊണ്ട് ഇടവരങ്ങത്ത് ആത്മാർത്ഥമായി കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല. അവർക്ക് എന്താ അറിയുന്നത്? അങ്ങനെയൊക്കെ അവർക്ക് എന്താ സംഭവിക്കാറുണ്ട്? ക്രമേണ 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 ഈ ദീനാണ് പോകാൻ അവൻ ഈ ഇടവരങ്ങത്ത് പഠിച്ചുള്ള തോഫികൾ എടുത്തു വരും. എല്ലാ തെറ്റുകൾക്കും സൈഡ് എഫക്ട് ഉണ്ട്. ആ സൈഡ് എഫക്റ്റിൽ പെട്ട ഒന്നാണ് നന്മകൾക്കുള്ള അവസരം പടച്ചു പിൻവലിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമുക്ക് ഒരുപാട് നന്മകൾക്കുള്ള അവസരമുണ്ട് നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ പറയപ്പെട്ട സ്വഭാവ വൈകല്യങ്ങളുമായി കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ അത് മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിസ്ഥാനത്തിൽ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തൗഫീഖ് എല്ലാം ദൂരം. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ ഈ ദഅവ കൂട്ടാനൊന്നും എല്ലാം ഉണ്ടാവില്ല. അപ്പൊ ഇത് ചോദിക്കാൻ പറയുന്ന ആളുണ്ടാവും. ഇന്നിപ്പോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സുബൈക്കണ്ടില്ലെങ്കിൽ കൂടുതൽ സുബൈക്കണ്ടില്ലല്ലോ, അടുത്ത സുബൈക്കുമ്പോൾ വരികയാണ്. എന്തേ? നമ്മുടെ ഈമാനികരമായി കൊണ്ട് ഒന്നിങ്ങനെ ഡൗൺ ആകുമ്പോഴേക്കും ഇങ്ങനെ കൊണ്ടുവരാൻ ഇഷ്ടം പോലെ ആളുകളാണ്. കഴിഞ്ഞ ആഴ്ച എന്തായാലും ഇങ്ങനെ കണ്ടില്ലല്ലോ, അത് പിന്നെ പറഞ്ഞു തല ചൊറിയണ്ട, അടുത്ത ആഴ്ച ഉണ്ട് എത്തിക്കണ്ടിട്ടോ, എന്നെന്താ കഴിഞ്ഞ് വെച്ച് കണ്ടില്ലല്ലോ, അത് പിന്നെ പറഞ്ഞ ചൊറിയുമ്പോഴേക്കും ഇനി ചൊറിയണ്ട, അടുത്ത മാസത്തിൽ എത്തിക്കണ്ടിട്ടോ. അതെന്താ? അതൊരു സംഭവമാണ് പ്രിയമുള്ളവരെ. നമ്മളെന്ന വ്യക്തി ഒരു ജമാഅത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു തോഫീക്കാണത്. അലൈക്കും ബിൽ ജമാഅ എന്ന് പറഞ്ഞത് ഒറ്റക്ക് നിൽക്കുന്നവരെയാണ് ചെന്നായ പിടിക്കുക എന്ന് പറഞ്ഞത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ താഴോട്ട് പോകുമ്പോഴേക്കും അതിനിങ്ങനെ പോയി എടുത്ത് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ കുറെ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, ആ നിലയിൽ ബന്ധമാക്കി റബ്ബിനെ മാറ്റുമാറാകട്ടെ. പക്ഷെ ഇതുകൊണ്ട് പോയെന്നുണ്ടാവില്ല. ഇതുകൊണ്ട് പോകുന്നതോടുകൂടെ പിന്നെ ചോദിക്കാനുമില്ല, പറയാനുമില്ല, ആരുമില്ല. നിങ്ങൾ കണ്ടില്ലേ, നല്ല നിലയ്ക്ക് ജീവിച്ച കുട്ടികളൊക്കെ ചില ഹോസ്റ്റലിൽ അവിടെ ഇവിടെ കൊടുത്തിടുമ്പോ പിന്നീട് വൃത്തം കെട്ടുപോകണം. എന്ത് സംഭവം? അവിടെ ആരില്ല, അവിടെ ചോദിക്കാൻ പറയാൻ ആരില്ല. ഇപ്പൊ നമ്മുടെ ഒറ്റപ്പാലം മണ്ഡലം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഉമ്മാന്റെ കോള് എന്താ നിങ്ങളെ എന്റെ മോനങ്ങൾ ആ മണ്ഡലം ടീമില് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് കൊണ്ടിടണം, പ്രധാനപ്പെട്ട പോസ്റ്റ് കൊണ്ടിടണം. അതിന് ഉമ്മ അങ്ങനെ പറയുന്നത് സാധാരണഗതിയില് മാരൊക്കെ എന്താ പറയുക വെച്ചാല് അന്നല്ലാത്തമാരുണ്ട്, നമ്മളൊന്നല്ല, അന്നല്ലാത്തമാരും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരിക്കൽ പഠിക്കാണ്ട് ഏതോ പഠിക്കാതെ 10ാം ക്ലാസ് ഞാൻ നിസാറെ കേൾക്കുന്നില്ല. പക്ഷെ അന്ന് അങ്ങനെ ശാകരിക്കുന്ന രക്ഷപ്പെടുന്ന ഒരാളൊരു വാദപ്പെടെ ഇരുന്ന് വന്നു ഇനിയും അവരുടെ എടുത്തിട്ടോ. ശരി, ഇന്നും അവരുടെ എടുത്തിട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇതിന്റെ പേരെ കൊണ്ടായിരുന്നല്ലോ, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ശരി, ഇഫ് യു ഡോണ്ട് വാണ്ട്, നിങ്ങൾക്ക് വേണ്ടേ, ഓനത്തില്ല, എവിടെ ഇട്ടില്ല. ഇപ്പൊ എനിക്ക് എന്തില്ല, ജില്ലയിൽ പോളില്ല, മണ്ഡലത്തിൽ പോളില്ല, ഓരിപ്പോ എവിടെയൊന്നും ആർക്കറിയില്ല. മറ്റാളോ ട്രാപ്പർ ഇപ്പൊ ട്രാപ്പർ തോന്നിക്കഴിഞ്ഞാലും ഇനി എനിക്കൊരു തെറ്റ് ചെയ്യാനോ ഒപ്പില്ല. ഇനി 3 കൊല്ലം സേഫാ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, അടുത്ത് കൂടും, എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടല്ലോ, അത് പിന്നെ ഉണ്ടണ്ട, അടുത്തോടെ എത്തുക, വേറെ വർത്താനില്ല. അത് വല്ലാത്തൊരു സംഭവമാണ് പ്രിയമുള്ളവരെ. നമുക്കിപ്പോ ഈ ചുപ്പിയും താടിയൊക്കെ സിനിമണ്ടാക്കി പോകാൻ പറ്റുമോ? എന്താ മതി ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാവുന്നത് പെട്ട് കാട്ടിയ വേറെ നിൽക്കാറ്റോ? ഇങ്ങനെ മൊത്തം നിന്ന് കുലിങ്ങളുടെ കല്യാണത്തിൽ പോയി നമ്മുടെ മനസ്സിന് കുലിമുല് വണ്ടി വന്ന് പെട്ടെന്ന് പഠിച്ചതിന് ഇപ്പൊ നിൽക്കാവുമ്പോ വിളിച്ച് പോകാനും പോയി. കാരണം വാങ്ങുന്നവരില്ലാതെ ചെറുപ്പത്തിന് മറ്റേ സാധനം പോകും. ആ കാലത്തിൽ ഇപ്പോൾ ഉള്ളത് നമ്മള് പേടിയാണ് കുളിച്ചു കഴിഞ്ഞാല് പോവാന്. അപ്പൊ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഏരിയയും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്താണ് കൊടുക്കുന്നത്.
അപ്പൊ അങ്ങനെ ആയിപ്പോകും. എങ്ങനെയാണെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ ഈ പറയപ്പെട്ട ഈ ഒരു പ്രശ്നം നമ്മളുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തെ തൗഫീഖിനെ തന്നെ എടുക്കണം. പിന്നെ മൂലം കൊണ്ടിടും, ആരും ചോദിക്കാൻ പറയുന്നുണ്ടാവില്ല. പിന്നെ അവന്റെ ഡ്രൈവറും അസിസ്റ്റന്റും ഒക്കെ ലീഡറും കണ്ടക്ടറും ഒക്കെ പൈസാനും ടീമായിരിക്കും. ഓനെ എവിടെ കൊണ്ടിടാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തെങ്കിലും കാലവൃക്ഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം. മനുഷ്യരാണോ ഉണ്ടായിരിക്കും, സ്ഖലനങ്ങൾ പറ്റിയിരിക്കും. പേടിക്കണ്ട, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യൂ, നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യൂ, ചാരിത്ര ശുദ്ധിക്ക് വേണ്ടിയിട്ട് മനമുരുകി ചോദിക്കൂ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വതുഖാ വൽ അഫാഫ വൽ ഗിന. അഫാഫ് എന്താ? ചാരിത്ര ശുദ്ധിയാണ്, തഖ്വയാണ്, ഹിദായത്താണ്, ചാരിത്ര ശുദ്ധിയാണ്, ഉള്ളത് തൃപ്തിയായ മനസ്സാണ്. 4 വാചകങ്ങൾ നമ്മൾ ചോദിച്ചത്. ഓരോ വാചകവും ഓരോ വിജ്ഞാന വിധിക്കുള്ളതാണ്. തലനാരിന് കഴിവ് പറയണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ആ ഒരു വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് സൂചിപ്പിക്കാറുള്ളത്. മറ്റൊരു വിശുദ്ധി എവിടെ നിന്നുള്ളത്? സാമ്പത്തിക വിശുദ്ധിയാണ്. നമ്മൾ തന്നെ ഔദ്യോഗിക പദവിയിലേക്ക് എത്തുമ്പോൾ ആളുകൾ പൈസ ഭയങ്കര വിശ്വാസിക്കാൻ പറയും. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കൊടുത്തു തരും. നമ്മൾ തിരുന്നപ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. ഇതെന്തിനാ നമ്മളെ കൂടെ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ കോളേജിൽ ആ പള്ളിയിലെ മറ്റേ സംഗതിന്റെ അവിടെ കാർപ്പറ്റ് വാങ്ങാണ്ട്, നമ്മുടെ അവിടെ കുറച്ച് സാധനം കണ്ട്, നമ്മുടെ വിജ്ഞാനിക്ക് മറ്റേ ഇങ്ങനെ ഈനാടിനെ നമ്മളെല്ലാവരും ഡീൽ ചെയ്തിട്ടുണ്ടാകാം. ഈ ഒരു വിശ്വാസത്തിലാണ് ആളുകൾ പൈസ ഇല്ല. ഒരു ഔദ്യോഗിക പോസ്റ്റിലേക്ക് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നല്ലോണം ആലോചിക്കണം. അന്നാന്റെ ദീനിന് വേണ്ടി തന്ന ക്യാഷ് ഉണ്ടല്ലോ, അത് കൈകാര്യം ചെയ്യുന്നത് നല്ലോണം ആലോചിക്കണം. അത് റോഡ് ചെയ്യാനുള്ളതല്ല. അത് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് പ്രിയമുള്ളവർ ആരും ഉപയോഗിക്കരുത്. ഒരു 10 രൂപ കിട്ടിയില്ലാന്ന് കരുതിയാൽ അത് നമ്മുടെ അടുത്തില്ല. അങ്ങനത്തെ സാധനം ഇല്ലെങ്കിൽ ഇവിടെ എന്താ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിശാച് അതല്ല ചെയ്യിപ്പിക്കാം, അതെടുക്കാനാണ് തോന്നിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അത് ഇവിടുന്ന് മറിച്ച് നാളെ മാസം ഇങ്ങനെ ആക്കാം. ഒരൊറ്റ തലത്തിലേക്ക് നമ്മുടെ എ പ്ലാനും ബി പ്ലാനും സി പ്ലാനും പഠിച്ചൊരാളെല്ലാം തീരുമാനം അതിന്റെ തന്നെ തുടങ്ങാൻ പറഞ്ഞു. അവിടെ തുടരുന്നേ പ്രിയമുള്ളവരെ. എന്തുകൊണ്ട് ഞാൻ പറയുന്നത്, സാമ്പത്തിക രംഗത്തും പെണ്ണിന്റെ വിഷയത്തിലും ഒരു ചെറിയ ആരോപണം വീണാൽ സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം സഞ്ചരിക്കുന്നു. അങ്ങനെ ആ അവസ്ഥയുണ്ടോ? ഒരു കിംവദന്തി പരന്നു കഴിഞ്ഞു. ഇതൊക്കെ പറയുന്ന ഓരോ വ്യക്തിയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് ആരോപണ വിധേയന നീണ്ട നാടിയുള്ള ചില ആളുകളുടെ മുഖം ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എവിടെ സ്പേസ് ഇല്ല. അദ്ദേഹം ഒരു പക്ഷെ പടച്ചറമ്പിന് മുമ്പിൽ നിരപരാധിയായിരിക്കാം, നമുക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷേ സ്ട്രീമിൽ ഇപ്പോൾ അദ്ദേഹമില്ല. വലിയ മൂല്യ ഉഷാറായ പ്രഭാഷണം നടത്തിയിരുന്ന ആളാണ്. ഒരു സാമ്പത്തിക ആരോപണം വന്നു, അദ്ദേഹം പൈസ പിരിച്ചു, കണക്കില്ല. നാട്ടിലെ പള്ളിക്ക് വേണ്ടി പുറത്തു പോയി നല്ല ലക്ഷങ്ങൾ പിരിച്ചു എന്നാണ് പറയുന്നത്. എത്ര പിരിച്ചു ഒന്നുമില്ല, അതെല്ലാം ചെലവാക്കിയെന്നും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഒരു പൈസ വരുന്നെങ്കിൽ റസീപ്റ്റ് കൊടുത്ത് സുതാര്യത എഴുതിച്ചു. മനസ്സിൽ സുതാര്യത എന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തന്റെ ഭാര്യ സുഫിയാ റളിയല്ലാഹു അൻഹ കൂടെ സംസാരിച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള സ്വഹാബാക്കൾ ഇങ്ങനെ പോയി. രാത്രി ഇരുട്ടിന്റെ മറവാണ്. നബി വിളിച്ചുകൊടുവായിരുന്നു സ്വഹാബാക്കളെ, നിന്റെ ഭാര്യ സുഫിയ ഉണ്ടോ? റസൂലേ, നിങ്ങളെ കുറിച്ച് നിങ്ങളെ പ്രശ്നമല്ല കുട്ടികളെ, നിങ്ങളെ പ്രശ്നമല്ല. രക്തം സഞ്ചരിക്കുന്നിടത്തൂടെ എത്തും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദുശ്ചിന്ത ഉണ്ടാക്കിത്തരാം. അല്ലെങ്കിൽ റസൂലിന്റെ അടുത്ത് കണ്ടോള ആരായിരുന്നു ഇന്നലൊക്കെ റസൂൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഉണ്ടോ എന്നുള്ള ബോംബ് 4 തവണ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താ മറക്കാൻ നമ്പർ ആന തുപ്പി എന്ന് പറഞ്ഞാൽ ഇവരെ സന്ദർഭം പറഞ്ഞു പോലെ പിന്നീട് കൊടുത്തിട്ട് കൂടും. അപ്പൊ പിന്നെ വേറെ ശരിയാണല്ലോ. ഞാൻ എനിക്ക് മാത്രം തോന്നിയെന്ന് വിചാരിച്ചു. അതൊക്കെ തോന്നിക്കണേ നിങ്ങൾക്ക് കണ്ടിട്ടാ കഴിഞ്ഞു. ഞാൻ ഓർപ്പിച്ചു. അങ്ങനെ തെളിവ് വരാത്തത്തോളം നമ്മളൊരാളെ കുറിച്ച് പോലും പറയാൻ പാടില്ല എന്നാണ് വേറെ വിഷയം. പക്ഷെ ആളുകൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. അത് കരുതിയ മതി. നമ്മളത്ര അന്തമൊന്നും മാറ്റി വെക്കില്ല എന്ന് കരുതിയാൽ ഈ പഞ്ചായത്തിൽ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാനെന്നെ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി, ഹിന്ദു പെൺകുട്ടിയാണ്. അപ്പോ
അവർക്ക് ചാത്തപ്പനെന്ന് മനസ്സിലാക്കുന്ന പോലെ ഒരിക്കലൊന്നുമില്ലല്ലോ. ഓര് വന്ന് ഓളോട് വന്നിട്ട് ഫ്രണ്ടിൽ ഷുഫയെന്ന് പറഞ്ഞിട്ട് വർത്തനം പോലെ നിർത്തി. ഞാനെന്ത് കുടുങ്ങിയേ കുടുങ്ങിയ മുസ്ലിമത്തില് ഓടിയൊന്നും പറയാൻ പറ്റൂല. ഏതെങ്കിലും ഇങ്ങനെ ആലോചിച്ച് പഠിച്ചു പരീക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വരുത്തി നമ്മൾ അവിടെ ആ മസൂടെ പൊരുത്തൊരുത്ത് ഞാൻ ചിലപ്പോ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഒരല്ലെങ്കിൽ തന്നെ അവിടെ തീവ്രവാദി മറ്റേവാദി മത്സ്യവാദി വർക്കെടുക്കാം മീഡിയം മൊത്തത്തിൽ ഇവിടെ സംസാരിക്കുവാണ്. ഇന്ന് കൈതത്തണ്ട് അന്നിട്ടുണ്ട് അങ്ങനെ കൈതത്തണ്ടല്ലേ അത് കേൾപ്പെട്ടിട്ട് മീൻപിട്ട് പൊടിയാൻ പറ്റില്ല. മുള്ളുടെ കൊള്ളു പണ്ട് അങ്ങനെ ഇവിടെ എന്താ ചെയ്യാം. ഇവിടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും വിഷയമല്ലല്ലോ. ഞാനിങ്ങനെ നോക്കി പടച്ചോനെ ഏതെങ്കിലും ഇങ്ങനെ പോണേ ഒരു അയൽവാസി കണ്ടുകഴിഞ്ഞാല് ഓന ആരാ അറിയോ? ഞാനേ ഒറ്റപ്പാലത്തെ ഓനെ കുറിച്ച് കണ്ടിരിക്കണോ? ഓന ആരോടാന്നറിയോ? അത് നമ്മളെ തോന്നുവാണെങ്കിൽ പിന്നെയും പോട്ടെ. ഏതോ കൊച്ചിനോട് ഇങ്ങനെ സംസാരിക്കാൻ നോക്കുന്നതിന് പറയാം. ഇതൊക്കെ തേച്ചാലും മാച്ചാലും പ്രിയമുള്ളവർ പോയി കിട്ടും. അള്ളാഹിന്റെ കാവലാണ് അന്ന് സംഭവിച്ചത്. ആരും അറിയില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് കുറച്ച് തിരക്കാട്ടോർമ്മ എല്ലാം എസ്കേപ്പ് ആകാന്നല്ലാതെ വേറെ ദൂരത്തില്ല. ഞാൻ പറഞ്ഞാല് നല്ലോണം ശ്രദ്ധിക്കണം. ദുനിയാവിൽ നമ്മൾ പേടിക്കണം, പൈസയും പേടിക്കണം, പട്ടിയും പേടിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ പേടിച്ചിട്ടുന്നല്ല, നിങ്ങളങ്ങോട്ട് ശ്രദ്ധിക്കണം, നിങ്ങളങ്ങോട്ട് ശ്രദ്ധിക്കണം നല്ലോണം. നമ്മുടെ വിഷയത്തിൽ നിങ്ങളുടെ പേരിലേക്ക് ആട് ചേർക്കപ്പെട്ട് കഴിഞ്ഞാലും അത് എത്ര വലിയവരാണെങ്കിലും എത്ര പ്രായക്കാരാണെന്നുണ്ടെങ്കിലും ഉമ്മാക്ക് എന്തോ ഒരു അത് മതി. മുപ്പത്തേക്ക് എന്തോ ഒരു അത് എന്താണെന്ന് ആർക്കും അറിയണ്ട. എന്തോ ഒരു ആ ചൂടിലൊക്കെ വന്നു കഴിഞ്ഞു. ആ ചൂടിൽ വന്ന കഴിഞ്ഞു. അതുകൊണ്ട് ഈ പറയപ്പെട്ട രണ്ട് വിഷയം നമ്മൾ നല്ലോണം ആരെങ്കിലും പഠിച്ചു മരമൊരുക്കി പ്രാർത്ഥിക്കണം. ഏതൊക്കെ നിലയിലെ പഠിച്ച് പരീക്ഷിക്കുന്ന പറയാൻ പറ്റില്ല. ഏത് വെല്ലുവിലാണെങ്കിലും വെല്ലുവിളാണെന്നുണ്ടെങ്കിലും ഒരു അവസരം കിട്ടിയാല് മനസ്സ് മാറിപ്പോകും. അള്ളാഹ് റസൂൽ പോലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് സെക്യൂരിറ്റി ഉള്ളത്. അവിടെ നല്ലോണം ആരെങ്കിലും പഴുതുകൾ നമ്മൾ അടക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് ഒരു 5-6 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, നമ്മുടെ ഇതിന് മുൻപിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ മാതൃകകളാകണം. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെയാണ്. എന്താ പഠിച്ചോന്റെ പള്ളിക്കത്ത് ഇമാമാക്കണെന്നാണ് പറഞ്ഞത്. പിന്നെന്താ അല്ലാഹുവേ, നിന്നെ അനുസരിച്ചുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് റോൾ മോഡലാക്കി എന്നെ നീ മാറ്റണേന്ന് എന്റെ നാട്ടിലാണ് തീരുമാനിക്കാണ്. ഒരു പുരുഷൻ ഇങ്ങനെ ജീവിക്കേണ്ടത്. മുൻപൊരു കുത്തുബ കേട്ടുകൊണ്ട് ആകെ റേഞ്ചായി അവരിങ്ങനെ ഇതാചരിക്ക് വരാനുള്ള തീരുമാനമൊക്കെ ഉണ്ടായി. ഇപ്പൊ ആരും അതിന് പറ്റിയൊരു മനുഷ്യൻ മഹലത്തിന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ കാണാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. ഓർക്ക് നോക്കാൻ കഴിയും, ഇന്ത്യയിലേക്ക് നോക്കാൻ കഴിയും. അവൻ എന്നെ കണ്ടിട്ട് ഒരു അള്ളാഹ് റസൂൽ പറഞ്ഞ പുരുഷന്റെ എല്ലാവിധ ക്വാളിറ്റികളും ഒത്തനെങ്കിലും മനുഷ്യനാക്കി എന്ന് നീ മാറ്റണം എന്നുള്ളതാണ്. അവൾ ആ നിലക്ക് ചിന്തിക്കുമ്പോ ഒരു മാതൃകാവന്റെ എങ്ങനെയാകണം, അത് എന്നെ നീ ആക്കണം നമ്മളാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതാണോ നമ്മൾ ആലോചിക്കണം. നമ്മുടെ വസ്ത്രവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരിക്കലും ഷെയറിംഗ് തൊഴിലാളികൾ മാത്രമാകരുത്. പറയുന്നതും ജീവിതവും തമ്മിലൊരു ബന്ധമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. ഇപ്പൊ ഞാനിങ്ങനെ വചാലമായിക്കൊണ്ട് സംസാരിച്ചു. ഇതൊക്കെ ഇതിനിങ്ങനെ കേൾപ്പിക്കാനുള്ള സ്വരമാത്രമായി എന്റെ ലൈഫിൽ ഇതൊന്നും ഇല്ലാതെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളുമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വന്നു പോകുന്ന ശിക്ഷയെ കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. നാളെ നരകത്തിൽ കുടൽമാലകൾ പുറത്തേക്ക് വീണ് രാശുകളിൽ ഇങ്ങനെ മൃഗം തിരിയുന്ന പോലെ ഇങ്ങനെ നരകത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങുന്ന സമയത്ത് അവനെ പരിചയമുള്ള അവന്റെ നന്മകൾ കേട്ട ആളുകൾ ചോദിക്കുമെന്നാണ്, യാ ഫുലാൻ മാലക, അല്ലയോ മനുഷ്യ നിനക്കെന്തു പറ്റി? അലം തകുൻ തഅ്മുറുൽ മഅറൂഫ് വതൻഹാ അൽ മുൻകർ, നീ ആയില്ലേ ഞങ്ങൾക്ക് നന്മ പറഞ്ഞത്? ഈ QHRS വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്? നീ സംഘടിപ്പിച്ച പ്രോഗ്രാമിലേക്കല്ലേ ഞങ്ങൾ എത്തിയത്? ഞാൻ അറിഞ്ഞ മുഴുവൻ നന്മകളും നീ പറഞ്ഞു കേട്ടതായിരുന്നല്ലോ. ആ തെറ്റ് ചെയ്യണ്ട എന്ന് നീയല്ലേ ഞങ്ങൾ ഉപദേശിച്ചത്? എന്നിട്ട് നീ എങ്ങനെ ഇവിടെ എത്തി? നിനക്കെങ്ങനെ ശിക്ഷ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കെന്താണെന്നറിയോ? വല അതേ കദ് കുന്തു ആമുറു ബിൽ മഅറൂഫ് വലാ ആതി
പഠിച്ചിരുന്നു, ശരിയാ, പക്ഷെ ഞാൻ കൽപ്പിച്ച നന്മകളൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നില്ല. ഞാനതാ ഒരുപാട് തെറ്റുകളെ കുറിച്ച് വിരോധിച്ചു, പക്ഷെ വിരോധിച്ച തിന്മകളെല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ശ്രദ്ധിക്കണം നല്ലതാണ്. പരമാവധി ഒരു തെറ്റും വരില്ലാന്ന് പറയാൻ പറ്റൂല, ഒരു തെറ്റും വരില്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്തെങ്കിലും വന്നു ഞാൻ ചെല്ലെ പിടിച്ചു പിന്നെ ഇല്ല ചൂടാന്ന് പറഞ്ഞ പോലെ അത് തെറ്റെങ്കിലും സംഭവിച്ചു. അതുകൊണ്ട് ഞാനിതിൽ ഇല്ലാന്ന് പറയാൻ ആവശ്യമില്ല. പരമാവധി ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. ഒരു ട്രാപ്പ് എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് പരിപൂർണമായ ബോധത്തോടു കൂടെ ജീവിക്കുക. ഒരു ആദം സന്തതിയുടെ മനസ്സിൽ തക്കം പാർത്തിരിക്കുന്നവരാണ് പിശാച് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ശത്രുവായി കൊണ്ട് സ്വീകരിച്ചു എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക, ആലോചിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവനക്കൊരു സ്പേസും പിശാചിന് സ്പേസും നമ്മൾ കൊടുക്കാതിരിക്കുക, ഒരു വാതിൽ നമ്മൾ തുറക്കാതിരിക്കുക, പിശാച് നമ്മിലേക്ക് അടുക്കാതിരിക്കുവാനുള്ള എല്ലാവിധ മതിൽ കെട്ടുകളും നമ്മൾ തീർത്തുകൊണ്ടിരിക്കുക. അതിനുള്ളതാണ് പ്രിയമുള്ളവരെ അദ്കാറുകൾ, അതിനുള്ളതാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ, അതിനുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇബാദത്തുകൾ. അതുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, കണിശക്കാരാവുക എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നമ്മൾ ഇതിന്റെ മുമ്പിൽ പറയുന്ന നമ്മൾ ആ നന്മകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. സമയബന്ധിതമായി നിർവഹിക്കേണ്ട കർമ്മമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരുടെ ബഹറും അസറും ഒക്കെ എപ്പോഴാണ് നമ്മൾ നല്ലോണം ആലോചിക്കണം. അതിലൊക്കെ ഒരു തർക്കം നമ്മൾ കൊണ്ടുവരണം. സമയബന്ധിതമായി നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജമാഅത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ കാണിക്കാതിരിക്കുക. യാത്രയാണെങ്കിൽ പോലും നമ്മളൊന്ന് സൈഡാക്കി നിസ്കരിക്കാൻ പറ്റൂ, അത് അങ്ങനെ തന്നെ നിർവഹിക്കുക. ഒരു പെർഫെക്റ്റ് ലെവലിൽ മനം നിറഞ്ഞ് ആസ്വാദനത്തോടുകൂടെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കുക. എല്ലാ കാര്യങ്ങളും എന്നും റബ്ബിനോട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക, നന്മകൾ ചോദിച്ചുകൊണ്ടിരിക്കുക, നല്ല തൗഫീഖിന് വേണ്ടി ചോദിക്കുക, എല്ലാ നിലക്കും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. എന്നും റബ്ബുമായി മിണ്ടിയും പറഞ്ഞും ഇരുന്നിട്ടുണ്ട് എന്നൊരു ബോധത്തോടുകൂടെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അവസാനിപ്പിക്കുന്ന ഒരു വാക്കുകൂടെ പറയുന്നു, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൂട്ടായ്മ വളരെ റാഹത്തായ കൂട്ടായ്മയാണ്. നമ്മളെല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ, ഏറ്റവും വലിയ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനമാണ്. നമ്മുടെ സ്വർഗപ്രവേശനത്തിന്, എന്റെ സ്വർഗപ്രവേശനത്തിന് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഓരോരുത്തരും അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്വർഗത്തിലെത്തിക്കാൻ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഇവരൊക്കെയുണ്ട് എന്നൊരു പരിപൂർണമായ ബോധം നമുക്ക് തമ്മിൽ ഉണ്ടാകണം. എങ്കിൽ നമ്മൾ പരസ്പരം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും, നമ്മൾ പരസ്പരം കാണുമ്പോൾ ഒരു ആഹ്ലാദം ഉണ്ടാകും. ഒരു വേള കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും കിട്ടാത്ത ഒരു നവ്യാനുഭവം നമുക്ക് കിട്ടും. ഒരു റാഹത്ത്, ആദർശ സ്നേഹികൾ തമ്മിൽ ഉണ്ടാകും. അതുണ്ടാകണം. അതുണ്ടാകാതിരിക്കുവാനുള്ള സ്റ്റെപ്പുകൾ പിശാച് എടുക്കും. നമുക്കിടയിൽ ചിത്രതകൾ കൊണ്ടുവരും, നമുക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടാക്കും, അല്ലേ? അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഇന്റർ കണക്റ്റഡ് ആയി നമ്മൾ നല്ല കൂട്ടുബന്ധത്തോടുകൂടെ മുന്നോട്ട് നമുക്ക് കഴിയണം. ഓർജിയും യൂത്തും സ്റ്റുഡൻസും ഒക്കെ ഏകോദര സഹോദരങ്ങളായി കൂടെ നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. ഒരു മാലയിൽ കോർത്തെടുത്ത മുത്തുകളെ പോലെയാണ് നമുക്ക് കഴിയണം. ഒരു ശരീരം കണക്ക് വർദ്ധിക്കാൻ നമുക്ക് കഴിയണം. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ ബാക്കിയുള്ള അവയവങ്ങൾ അവന് വേണ്ടി ഉറക്കമൊഴിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ ദുഃഖം നമ്മുടെ എല്ലാവരുടെയും ദുഃഖമാകണം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാകണം. ഒരുത്തർക്ക് എന്തെങ്കിലും പറ്റി എന്നറിയുമ്പോൾ അവർക്ക് പരിപൂർണമായ ബോധ്യമുണ്ടാകണം. എന്റെ അവസ്ഥ അറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏഴാനാകാശത്തിനുപരിയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഉയർന്നിരിക്കും എന്നൊരു ബോധം അവർക്ക് ഉണ്ടാകണം. അതൊക്കെ കിട്ടുന്ന സപ്പോർട്ട് ചെറുതല്ല പ്രിയമുള്ളവരെ. ഞാൻ ഏത് സമയത്തും തിരിച്ചു മടങ്ങിയാലും എനിക്ക് വേണ്ടി 40 ഈ വരുന്ന എല്ലാവരും വന്നിരിക്കും. അവർ എനിക്ക് വേണ്ടി മനസ്സ് തട്ടി എന്ന് ചോദിക്കും. എന്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന അവസാനത്തെ നന്മ എനിക്ക് വേണ്ടി ചെയ്തിരിക്കും എന്നൊരു പരിപൂർണമായ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ആ നിലയ്ക്ക് പ്രിയമുള്ളവരെ, നല്ല ശക്തമുള്ള ഒരു മതിൽക്കെട്ട് പോലെ ഒരു ചുമരിലെ പരസ്പരം ശക്തി പകരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ കടമെടുത്തുകൊണ്ട്
തന്നെ പറയട്ടെ, കല്ലുകളെ പോലെ നമുക്കാകാൻ കഴിയണം. നമുക്കിടയിൽ ഒരു ശത്രുതക്കും നമ്മൾ വകവെച്ചു കൊടുക്കരുത്. പിശാചിനെ നമുക്കിടയിലേക്ക് പ്രവേശനം കൊടുക്കരുത്. നമ്മൾ ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം വളരെ കണ്ണിങ്ങായി നമ്മൾ നോക്കിക്കണ്ട് പിശാചി ട്രാപ്പുകളെ കുറിച്ച് ശരിക്കും ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. എല്ലാവരും പരസ്പരം നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെ ഹിതായത്ത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക. എല്ലാവരുടെ നന്മകൾ നമ്മൾ ഉൾക്കൊള്ളുക. തെറ്റുകൾ നമ്മൾ വിട്ടുകൊടുക്കുക. ഒരു ന്യൂനതയും നമ്മൾ പർവ്വതീകരിക്കാതിരിക്കുക. എല്ലാം ശരിയാകുമെന്ന ശുഭപ്രതീക്ഷ നമ്മൾ ഉണ്ടാക്കുക. പോസിറ്റീവ് മൈൻഡോടുകൂടെ ജീവിക്കുക. ഒരിക്കലും ഒരു സമയം നമ്മൾ നെഗറ്റീവ് പറയാതിരിക്കുക. അങ്ങനെ ഒരു നല്ല ഒരു അവസ്ഥയിൽ അല്ലാഹുവിന്റെ ദീൻ നമുക്ക് നൽകി അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് പടച്ചു തന്നു. അതിനും അപ്പുറത്ത് ബാക്കിയുള്ളവർക്ക് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് കൂടെ നമുക്ക് വന്നെത്തിയിരിക്കുന്നു. ഒരു പുതിയ ടേമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അടുത്തൊരു 3 കൊല്ലമാകുമ്പോൾ ഒരു ഇലക്ഷൻ ഇവിടെ കുന്നുകുളം മണ്ഡലത്തിൽ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ, പുതിയ ശാഖകൾ വന്നിരിക്കണം, പുതിയ ആളുകൾ വന്നിരിക്കണം. നമ്മുടെ ശ്രമഫലമായി, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി, നമ്മൾ ഉറക്കമൊഴിഞ്ഞ് മീറ്റിംഗ് പ്ലാൻ ചെയ്തതിന്റെ ഫലമായി ഇൻഷാ അല്ലാഹ് കുറച്ച് ആളുകളെങ്കിലും അധികം ഉണ്ടാകണം. അവർ നമുക്കുള്ള അസറ്റുകളാണ്, അവർ നമുക്കുള്ള സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങളാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുക മാത്രമല്ല, അല്ലാഹുവിന്റെ ദീനെ പ്രചരിപ്പിക്കുവാനും നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സേവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ ഇടപെടലുകൾ നടന്നുകൊണ്ടേയിരിക്കും. റഹ്മാനായ റബ്ബ് ആ നിലയിലുള്ള ഒരു കെട്ടുമട്ടുമുള്ള ഒരു അർത്ഥവത്തായ ജീവിതം നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും, സാമ്പത്തിക രംഗത്തെ പ്രയാസങ്ങൾ, ശാരീരിക രംഗത്തെ പ്രയാസങ്ങൾ, എന്തൊക്കെ അലട്ടലുകൾ നമുക്കുണ്ടോ അതെല്ലാം റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും പരിഹാരത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നലകളിൽ വന്നുപോയിട്ട് എല്ലാവിധ തെറ്റുകളും റഹ്മാനായ റബ്ബ് മാപ്പാക്കി തരുന്നതോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ മുഴുവൻ നന്മകളും ഒന്നുപോലും നഷ്ടപ്പെടാതെ അതിന്റെ എല്ലാവിധ പോരായ്മ നമുക്ക് വിട്ടുപുറത്തുമാക്കുന്ന റബ്ബ് അതിനെ സ്വീകരിച്ച് അതിന് പടിപടിയായി ഉയർത്തി കരമുള്ള അമലാക്കി റഹ്മാനായ റബ്ബ് അതിനെ മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ അവന്റെ സ്വർഗ്ഗത്തിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനല്ലാഹി റബ്ബിനാ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.